നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ജിൻസിസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ട കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പികളിൽ ഒന്നാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ മുട്ട കബാബ് എന്നൊക്കെ പറയുന്നത്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള മുട്ട കബാബ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ മുട്ട കബാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും ഐറ്റങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 മുട്ട ഉണ്ടെങ്കിൽ അതായാലും മതി. കാരണം നമ്മൾ ഒരു മുട്ട 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 മുട്ടയാണെങ്കിൽ തന്നെ ഒരു 8 കബാബ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇതൊരു 6 ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് ആണിത്. ലാസ്റ്റ് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ചെയ്യുന്നത്. അതായത് കറക്റ്റ് നമ്മൾ കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ലാസ്റ്റത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊരു വലിയ സവോളയാണ്. ഇത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. പിന്നെ ഇത് 2 വലിയ പൊട്ടറ്റോ. അത് ഞാൻ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് നന്നായിട്ട് ഞാൻ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഞാൻ ഉടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു മുട്ടയാണ്. ഈ ഒരു മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പൊടികളെന്ന് പറയുന്നത് 2 പൊടികളാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ ഇതൊരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് മുട്ട കബാബ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പൊട്ടറ്റോ മിക്സ് തയ്യാറാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ കടായി ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കറക്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സവോള ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവോളയൊന്ന് ജസ്റ്റ് വഴണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവോളയുടെയൊക്കെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയുടെയൊക്കെ നിറം ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. കാരണം നമ്മുടെ ഈ മസാലയൊക്കെ നമ്മുടെ ആ ഒരു കിഴങ്ങിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 2-3 മിനിറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തീയിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് മസാലയൊക്കെ കിഴങ്ങിൽ നന്നായിട്ട് പിടിക്കും. അങ്ങനെ കറക്റ്റ് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയുടെ മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് കബാബിൻ്റെ ഇത് റോള് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മുട്ട എടുത്തിട്ട് ഒരു മുട്ട നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ 4 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ മിക്സ് ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ബോൾ പരുവത്തിന് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട്
ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇങ്ങനെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുകൊണ്ട് പതുക്കെ നമുക്കിത് കവർ ചെയ്തിട്ട് കൊടുക്കാം. ഈ മുട്ട കാണാത്ത രീതിയിൽ നമ്മളിത് ഈ പൊട്ടറ്റോ മിക്സ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമ്മുടെ കബാബിന്. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മുട്ടകൾ നമുക്ക് ഈ പൊട്ടറ്റോ ആയിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മുട്ടയെല്ലാം ആ പൊട്ടറ്റോ ഫില്ലിങ്ങിനകത്തിട്ട് നന്നായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളിവിടെ ബ്രെഡ് ക്രംസും ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ മുട്ടയിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് ഈ ക്രംസിനകത്തിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒരു തവണയും കൂടെ ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്യണം. എന്നിട്ട് പിന്നെയും എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ 2 തവണ വീതം ബ്രെഡ് ക്രംസിലും ഈ മുട്ടയിലും ഇട്ട് ഇതൊന്ന് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഓരോരോ പീസ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുത്ത് ഇങ്ങനെ അടുപ്പിലോട്ട് വെക്കാം. ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ കടായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ എണ്ണയ്ക്ക് ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ കബാബൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ 8 എണ്ണമാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 5 എണ്ണം എടുത്തിരിക്കുന്നത്. ബാക്കി 3 എണ്ണം ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റ് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു 8 കബാബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ മുട്ട കബാബ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ടിൽ ദെൻ സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.